നമസ്കാരം, ഞാൻ SUT ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ. ഇന്നത്തെ ടോപ്പിക്ക് ഹൈപ്പർ ടെൻഷനും അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും. ഹൈപ്പർ ടെൻഷൻ ഇപ്പോൾ പൊതുവിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് എടുത്തു പറയേണ്ടത് അസന്തുലിതവും ചിട്ടയില്ലാത്തതുമായ ഭക്ഷണക്രമവും മാറിയ ഒരു ജീവിത രീതിയുമാണ്. ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ ജീവൻ പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് എത്തുമെന്ന് ഓർക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണത്തിന് കാരണമാകുന്ന ഹൃദ്രോഗത്തിന് കാരണവും ഇതുതന്നെയാണ്. ഇനി ആരോഗ്യകാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വേണമെന്നുള്ളതാണ്. ചിട്ടയായ ഭക്ഷണക്രമം, കറക്റ്റായിട്ടുള്ള ജീവിതശൈലി, അതിൽ വ്യായാമം, മാനസികാരോഗ്യം ഇവയെല്ലാം സംരക്ഷിച്ച് നിർത്തേണ്ടതായിട്ടുണ്ട്. ഹൈപ്പർ ടെൻഷൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡയറ്റ് പാറ്റേൺ ആണ് ഡാഷ് ഡയറ്റ്, ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഈ ഡയറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ അളവിൽ പച്ചക്കറികളും പഴങ്ങളും ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തവിട് കളയാത്ത ധാന്യങ്ങൾ, മത്സ്യങ്ങൾ, തൊലി നീക്കിയിട്ടുള്ള ഇറച്ചികൾ, കോഴിയിറച്ചി ഇവ ഉൾപ്പെടുത്തിയുള്ള ഒരു ഭക്ഷണക്രമമാണ് ഡാഷ് ഡയറ്റ്. ഈ ഡാഷ് ഡയറ്റ് ശീലിക്കുവാണെങ്കിൽ ഹൈപ്പർ ടെൻഷനെ നല്ലവണ്ണം നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. ഇനി കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളും അതുപോലെ പഞ്ചസാരയും കൊഴുപ്പും കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. എണ്ണയിൽ വറുത്തുപൊരിച്ച ആഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, അതുപോലെ ചുവന്ന ഇറച്ചികൾ, ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹോട്ടൽ ഫുഡിൻ്റെ ഉപയോഗം. ഹോട്ടൽ ഭക്ഷണത്തിൽ ചേർത്തിരിക്കുന്ന മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, അജിനോമോട്ടോ ഹൈപ്പർ ടെൻഷൻ കൂട്ടാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ പ്രിസർവേറ്റീവായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ജാമ്, സ്ക്വാഷ്, അതിലൊക്കെ പ്രിസർവേറ്റീവായിട്ട് ആഡ് ചെയ്തിട്ടുള്ള സോഡിയം ബെൻസോവേറ്റ്, സോഡിയം മെറ്റാബൈസൾഫേറ്റ്, അതുപോലെ തന്നെ സോഡാപ്പൊടി, നമ്മൾ ബേക്കറി പലഹാരങ്ങളിൽ ആഡ് ചെയ്തിട്ടുള്ള സോഡിയം ബൈകാർബണേറ്റ് സോഡാപ്പൊടിയുടെ ഉപയോഗം, ഇതെല്ലാം ഹൈപ്പർ ടെൻഷൻ കൂട്ടുന്നതിന് സാധ്യതയുണ്ട്. ഏത് തരത്തിലെ വെള്ളം ഉപയോഗിക്കുവാണെങ്കിലും ഉപ്പിട്ടിട്ട് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. തവിട് നീക്കാത്ത ധാന്യങ്ങൾ, തൊലിയോടുകൂടിയുള്ള ധാന്യങ്ങൾ ഉൾപ്പെടുത്തുക. അതിൽ തന്നെ ചുവന്ന അരി, അതുപോലെ തൊലി നീക്കാത്ത ഗോതമ്പ്, ഓട്സ്, റാഗി ഇവയെല്ലാം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ മില്ലറ്റിൻ്റെ ഉപയോഗം, ചാമ, തിന, ക്യുനോവ ഇത്തരം മില്ലറ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇത് BP നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഹൈപ്പർ ടെൻഷൻ കൺട്രോളാക്കാൻ മത്സ്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. മത്സ്യങ്ങളിൽ മത്തി, അയല, ചൂര, സാൽമൺ വെറൈറ്റിയുള്ള ഫിഷസിൽ ഒമേഗ-3 ഫാറ്റി ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇത് ധമനികളുടെ ഇലാസ്റ്റികത കൂട്ടി BP കൺട്രോളാക്കാൻ സഹായിക്കും. വെളുത്തുള്ളി ദിവസേന ഉപയോഗിക്കുന്നത് നല്ലതാണ്. വെളുത്തുള്ളിയിലുള്ള അല്ലിസിൻ എന്ന കണ്ടൻറ്റ് ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവിനെ വർദ്ധിപ്പിച്ച് ധമനികൾക്ക് അയവ് നൽകുന്നു. ഇനി ഫ്ലാക്സീഡ് എന്ന ഒരു ഘടകം, ആൽഫ ലിനോലെനിക് ആസിഡ് കൂടുതലുള്ള ഫ്ലാക്സീഡ് ദിവസേന 2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നത് BP നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. അത് നമ്മൾ പൊടിച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയോ അല്ലെ ജ്യൂസിൽ ഉൾപ്പെടുത്താം, അതല്ലെങ്കിൽ ഏതെങ്കിലും സാലഡ്സിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ദിവസേന ഒരു പച്ചക്കറി സാലഡ് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം. പച്ചക്കറി സാലഡിൽ ഉപയോഗിക്കുന്നതിൽ സവാളയുടെ പങ്ക് വളരെ വലുതാണ്. സവാളയിലുള്ള ക്വെർസെറ്റിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് BP നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഹൈപ്പർ ടെൻഷൻ കൺട്രോളാകാൻ പൊട്ടാസ്യം അടങ്ങിയ ആഹാരങ്ങൾ ഉൾപ്പെടുത്തണം. പൊട്ടാസ്യം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഇലക്കറികൾ, പച്ചക്കറികൾ, അതുപോലെ അണ്ടിപ്പരിപ്പുകൾ, തൊലി കളയാത്ത പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തക്കാളി, തണ്ണിമത്തൻ, നാരങ്ങാവർഗത്തിൽപ്പെട്ട പഴങ്ങൾ, ചെറുനാരങ്ങ, മുസമ്പി, ഓറഞ്ച് ഇവയൊക്കെ ദിവസേന ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണം ചെയ്യും. ജങ്ക് ഫുഡ്സിൻ്റെ സ്ഥിര ഉപയോഗമുള്ളവർ ശ്രദ്ധിക്കണം. ജങ്ക് ഫുഡ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഉയർന്ന BP റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഇനി ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം പോലെ തന്നെ വ്യായാമം പ്രധാനമാണ്. ദിവസവും 30 മിനിറ്റ് വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കണം. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദമുള്ളവർക്ക് BP ഉയർന്നു നിൽക്കും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ
യോഗ, ധ്യാനം, മെഡിറ്റേഷൻ ഇവ സ്വീകരിക്കാം. ദിവസവും ഉറക്കം പ്രധാനമാണ്. ഒരു 6 മണിക്കൂറെങ്കിലും ഉറക്കത്തിന് വേണ്ടി മാറ്റിവെക്കുക. ചിട്ടയായ ജീവിതശൈലിയും മാനസികാരോഗ്യവും കറക്റ്റായിട്ടുള്ള വ്യായാമവും ശീലിച്ച് നമുക്ക് BP യെ നിയന്ത്രണ വിധേയമാക്കാം.